മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥ. ഭാവ തീവ്രമായ ആഖ്യാനം കൊണ്ട് ശ്രദ്ധേയമായ ചെറുകഥയാണ് OV വിജയൻ്റെ കടൽ തീരത്ത്. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട മകനെ കാണാൻ കണ്ണൂർ ജയിലിലേക്ക് പോകുന്ന വെള്ളായിയപ്പൻ എന്ന വൃദ്ധനായ ഗ്രാമീണൻ്റെ സങ്കടങ്ങളുടെ കഥ പറയുന്ന കടൽ തീരത്ത് ദുഃഖത്തിൻ്റെ ഒരു കടൽ തന്നെ ആവിഷ്കരിക്കുന്നു. മകൻ്റെ മരണശിക്ഷയ്ക്ക് സാക്ഷിയാവാൻ യാത്രയാവുന്ന വെള്ളായിയപ്പനും വെള്ളായിയപ്പനോടൊപ്പം തേങ്ങുന്ന പാഴുതറ എന്ന ഗ്രാമവുമാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി പാഠഭാഗം ശ്രദ്ധിക്കുക. വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനുമപ്പുറത്ത് മുത്തുരാവുത്തൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി, വിഷാദവാന്മാരായി. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ 50 ചില്ലാനം കുടിലുകളിലത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന സ്വന്തം മകനെ കാണാൻ വേണ്ടിയാണ് ആര് യാത്ര പുറപ്പെടുന്നത്? വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുന്നത്. വീട്ടിൽ നിന്ന് എല്ലാവരും നിലവിളിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് മാത്രമല്ല, അടുത്തുള്ള വീട്ടുകാരെല്ലാം, അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിൽ, അതിനപ്പുറത്ത് മുത്തുരാവൻ്റെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധാലുക്കളായി. അതായത് ഈ കരച്ചിൽ ശ്രദ്ധിക്കുകയും അതേപോലെ അതിൽ സഹതപിക്കുകയും ചെയ്യുന്നുണ്ട്. അവരൊക്കെ വിഷാദവാന്മാരായി. വിഷാദം എന്ന് പറഞ്ഞാൽ ദുഃഖം. അവരൊക്കെ ദുഃഖിതരായി. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറ എന്ന ഗ്രാമത്തിൻ്റെ പേരാണ് പാഴുതറ. ആ ഗ്രാമത്തിൽ 50 കൂടുതൽ കുടിലുകളുണ്ട്. ആ കുടിലുകളിൽ അത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. അവരൊക്കെ ഈ ഒരു വിഷാദത്തിൽ അല്ലെങ്കിൽ ദുഃഖത്തിലാണ്ട് നിൽക്കുകയാണ്. വെള്ളായിയപ്പൻ എവിടേക്കാണ് പോകുന്നത്? വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂർ ജയിലിലേക്കാണ് വെള്ളായിയപ്പൻ പോകുന്നത്. വെള്ളായിയപ്പൻ്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയേടത്തിയും മുത്തുവണ്ണനും നാഗേലച്ചനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവരത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു. വെള്ളായിയപ്പൻ കുടിയിരുപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ചു നടന്നു. പിന്നിൽ നിലവിളി അകന്ന് ശമിച്ചു. വെള്ളായിയപ്പനോടൊപ്പം തീവണ്ടി യാത്രയ്ക്കുള്ള പണം ഉണ്ടായിരുന്നെങ്കിൽ പാഴുതറയിലുള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ പോകുമായിരുന്നു. കോമ്പിപ്പൂശാരിയും അമണിയേടത്തിയും മുത്തുവണ്ണനും എല്ലാവരും തന്നെ കണ്ണൂരിലേക്ക് പോകാൻ തയ്യാറായിരുന്നു. പക്ഷെ അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. വെള്ളായിയപ്പൻ്റെ കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു എന്നാണ് കഥാകൃത്ത് പറയുന്നത്. വെള്ളായിയപ്പൻ കുടിയിരുപ്പുകൾ വിട്ട്, കുടി എന്ന് പറഞ്ഞാൽ വീട് എന്നാണ്, വീടുകൾ ഉള്ള ആ ഗ്രാമം വിട്ട് നെടുവരമ്പത്തൂടെ, നെടുവരമ്പ് എന്ന് പറഞ്ഞാൽ നീളമുള്ള വരമ്പ്, ആ വരമ്പത്തുകൂടെ പാടം മുറിച്ച് നടക്കുകയാണ്. പിന്നിൽ നിലവിളി അകന്ന് ശമിച്ചു. എന്താ ശമിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ലാതായി. ഇപ്പോൾ നിലവിളി കേൾക്കാനില്ല. കാരണം വെള്ളായിയപ്പൻ കുറേ ദൂരെ എത്തിയിരിക്കുന്നു അല്ലേ? അതുകൊണ്ട് തന്നെ വളരെ അകലെയുള്ള നിലവിളി ഇപ്പോൾ കേൾക്കാനില്ല. ഇപ്പോൾ നെടുവരമ്പ് വിട്ട് വെള്ളായിയപ്പൻ പറമ്പിലേക്ക് കയറി. പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടതിപ്പാത നീണ്ടുപോകുന്നു. വെള്ളായിയപ്പൻ പറമ്പിലേക്ക് കയറി പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ നടക്കുകയാണ്. ആ വഴി എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്? ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ഉള്ള ചവിട്ടടിപ്പാത അല്ലേ? ഒരുപാട് വെള്ളായിയപ്പനെ പോലെ ദുഃഖിതരായ ഒരുപാട് പേര് ഇതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവാം. വെള്ളായിയപ്പൻ്റെ
മകൻ്റെ വധശിക്ഷയ്ക്കുള്ള കാരണം എന്താണെന്ന് കഥാകൃത്ത് വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ആ വൃദ്ധപിതാവിനൊപ്പം ഗ്രാമം മുഴുവൻ തേങ്ങുന്നുണ്ട്. അതിൽ നിന്നും വെള്ളായപ്പൻ്റെ മകൻ ആ ഗ്രാമത്തിന് മുഴുവൻ പ്രിയങ്കരനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവങ്ങളെ, തമ്പുരാക്കന്മാരെ, വെള്ളായപ്പൻ വിളിച്ചു. ചവിട്ടടിപ്പാതയ്ക്കിരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റുപിടിച്ചു. പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പന് അന്ന് ആദ്യമായി അപരിചിതമായി തോന്നി. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ, പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ. തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി. തൻ്റെ കോടച്ചി ഈ ചോറുപൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. കണ്ണുനീരിൻ്റെ ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. തീവണ്ടി ആപ്പീസെത്താൻ ഇനിയും 4 കല്ല് നടക്കണം. കുറച്ച് നടന്നപ്പോൾ കുട്ടിയസൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസൻ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു. വെള്ളായിയേ, മാപ്പിള പറഞ്ഞു. ദൈവങ്ങളെ വിളിച്ചുകൊണ്ട് വെള്ളായപ്പൻ മുന്നോട്ട് നടക്കുകയാണ്. ഈ പാതയ്ക്ക് ഇരുവശവും കരിമ്പനകളുണ്ട്. പാലക്കാടിൻ്റെ ഒരു പ്രത്യേകതയാണ് കരിമ്പനകൾ. ഈ പനയുടെ പട്ടകളിൽ നിന്ന് കാറ്റിരമ്പുന്ന പ്രത്യേക ശബ്ദം വെള്ളായപ്പന് അന്ന് ആദ്യമായിട്ട് അപരിചിതമായി തോന്നുകയാണ്. അപരിചിതം എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്തതായിട്ട് തോന്നുന്നു. എന്നും വെള്ളായപ്പൻ കേൾക്കുന്ന ശബ്ദമാണെങ്കിലും ഇന്ന് അത് ഒരു പരിചയമില്ലാത്ത ശബ്ദമായിട്ട് തോന്നുന്നു. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ വെള്ളായപ്പന് തോന്നുന്നു. പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ. കാറ്റിൽ പനമ്പട്ടയുണ്ടാക്കുന്ന ശബ്ദം മരിച്ചുപോയ കാരണവർ സംസാരിക്കുന്നത് പോലെയാണ് ആർക്ക് തോന്നുന്നത്? വെള്ളായപ്പന് തോന്നുന്നത്. ഒ.വി. വിജയൻ്റെ കാറ്റ് പറഞ്ഞ കഥ എന്ന കഥയിലും ഇതേപോലെ കാറ്റൊരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ഇവിടെയും കാറ്റ് ഇതിലൊരു കഥാപാത്രമാവുന്നുണ്ട്. കഥാസന്ദർഭത്തിന് മാറ്റ് കൂട്ടുന്നതിന് കാറ്റിൻ്റെ സാന്നിധ്യത്തിൽ സഹായിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തുവർത്തിൽ കെട്ടിയ ഒരു പൊതിച്ചോറുണ്ട്. ഈ പൊതിച്ചോറ് ആര് നൽകിയതാണ്? തൻ്റെ കോടച്ചി. കോടച്ചി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു തുവർത്തിൽ ചോറുപൊതി പൊതിഞ്ഞ് കെട്ടി നൽകിയിട്ടുണ്ട്. ആ പൊതിച്ചോറിൻ്റെ കഞ്ഞി നനവ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടി. ഒരുപക്ഷെ അത് പൊതിയുമ്പോൾ കോടച്ചി അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. കരഞ്ഞുകൊണ്ടായിരിക്കാം ഈ ചോറ് പൊതി ആര് കെട്ടിയിരിക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കെട്ടിയിരിക്കുന്നത്. കണ്ണുനീരിൻ്റെ ഓതം തോർത്തിൻ്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. ഓതമെന്ന് പറഞ്ഞാൽ ഈർപ്പം, നനവ് എന്നൊക്കെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ണുനീരിൻ്റെ നനവ് ആ തോർത്തിൻ്റെ കെട്ടിലൂടെ ഇങ്ങനെ കുതിർന്നു പിടിക്കുന്നുണ്ട്. ഇനിയും കുറേ ദൂരം നടക്കണം. എവിടെ എത്താൻ? തീവണ്ടി ആപ്പീസിൽ എത്താൻ. കുറച്ച് നടന്നപ്പോൾ ആര് വരുന്നുണ്ട്? അയൽക്കാരനായ കുട്ടിയസൻ മാപ്പിള എതിരെ വരുന്നുണ്ട്. അദ്ദേഹം വഴി മാറി നിന്നു. എന്നിട്ട് വെള്ളായിയേ എന്ന് വിളിച്ചു. മരക്കാരെ, വെള്ളായപ്പൻ പ്രതിവചിച്ചു. അത്രമാത്രം. 2 വാക്കുകൾ, പേരുകൾ. എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായപ്പനും കുട്ടിയസൻ മാപ്പിളയും അറിഞ്ഞു. മരക്കാരെ, നിങ്ങൾക്ക് ഞാൻ 15 റുപ്പിക കടം വീട്ടാനുണ്ട്. അല്ല, 15 റുപ്പികയും 4 അണയും. വെള്ളായി, ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്. ഇവിടെ കുട്ടിയസൻ മാപ്പിള വെള്ളായിയെ എന്ന് വിളിക്കുന്നു. തിരിച്ച് മരക്കാരെ എന്ന് വെള്ളായപ്പനും തിരിച്ച് വിളിക്കുന്നു. അത്രമാത്രം അല്ലേ? 2 വാക്കുകളിലൂടെ അവരാ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വെള്ളായപ്പൻ യാത്ര പുറപ്പെടുന്നത് എന്തിനാണെന്ന് ആർക്കറിയാം? കുട്ടിയസൻ മാപ്പിളയ്ക്ക് അറിയാം അല്ലേ? അതുകൊണ്ട് തന്നെ 2 പേർക്കും സംസാരിക്കാൻ വാക്കുകളില്ല. വാക്കുകൾക്കാണെങ്കിൽ ഇവിടെ പ്രസക്തിയില്ല. കുട്ടിയസൻ മാപ്പിളയെ കാണുമ്പോൾ പരസ്പരം പേര് വിളിക്കുക മാത്രമാണ് 2 പേരും ചെയ്യുന്നത്. ആ വാക്കുകളിൽ തന്നെ വലിയൊരു സംഭാഷണ പരമ്പര തന്നെ അടങ്ങിയിട്ടുണ്ട്.
അദ്ദേഹം കുട്ടിയസൻ മാപ്പിളയ്ക്ക് കൊടുക്കാനുള്ള 15 ഉറുപ്പിക കടമായിട്ട് വാങ്ങിയ 15 ഉറുപ്പികയാണ്. ആ കടം വെള്ളായപ്പൻ്റെ മനസ്സിലേക്കിപ്പോൾ കടന്നു വരികയാണ്. അതൊരിക്കലും ഇനി വീട്ടാൻ വരില്ലെന്ന് ആരോട് പറയാണ്? മരക്കാരോട് പറയാണ്. അപ്പം മരക്കാർ പറയാണ്, വെള്ളായി ഈ യാത്രയിൽ അതിനെക്കുറിച്ചൊന്നും ഓർക്കരുത്. വീടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുട്ടിയസൻ മാപ്പിള അങ്ങനെ പറയുന്നതായിട്ട് വെള്ളായപ്പന് തോന്നുകയാണ്. അതായത് നല്ലത് ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്നത് ആരാണ്? പടച്ചവനാണ് അല്ലേ? കടം കൊടുത്തത് തിരിച്ച് കിട്ടാതാവുമ്പോൾ അതിൻ്റെ കണക്കൊക്കെ ആര് സൂക്ഷിക്കും? പടച്ചവൻ സൂക്ഷിക്കും. എന്നിട്ട് കടം നൽകിയവൻ ആരാണോ അവനതിൻ്റെ പ്രതിഫലം നൽകുകയും ചെയ്യും. പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, നിൻ്റെയും എൻ്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ. കരിമ്പനപ്പട്ടകളിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടിയസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായപ്പൻ യാത്ര തുടർന്നു. ഇനിയും 4 കല്ല് നടക്കണം. വഴിയിൽ പിന്നെയും ഒരഭിമുഖം. നീലി മണ്ണാത്തി. അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴി മാറി നിന്നു. വെള്ളായിച്ചോ, അവൾ പറഞ്ഞു. അത്രമാത്രം. നീലിയേ, വെള്ളായപ്പൻ പറഞ്ഞു. അത്രമാത്രം. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയ്ക്ക് സ്വാന്തനത്തിൻ്റെ നിറവ്. വെള്ളായപ്പൻ നടന്നു. ഇവിടെ കുട്ടിയസൻ മാപ്പിളയുടെ പ്രാർത്ഥന എന്താണ്? നിൻ്റെയും എൻ്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ അല്ലേ? അതായത് ജാതിമത ചിന്തകളെ മറികടക്കുന്ന ഒരു ശുഭസൂചനയാണ് നമുക്കവിടെ ലഭിക്കുന്നത് അല്ലേ? നീ വിശ്വസിക്കുന്ന ദൈവം വേറെയാണ്, ഞാൻ വിശ്വസിക്കുന്ന ദൈവം മറ്റൊന്നാണ്. എന്നാലും ഇവിടെ നിൻ്റെ ഈ ദുഃഖത്തിൽ നമ്മുടെ 2 പേരുടെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ എന്നാണ് കുട്ടിയസൻ മാപ്പിള പറയുന്നത്. അങ്ങനെ കരിമ്പനപ്പട്ടകളിലെ കാറ്റ് ഒരു സാന്ത്വനം പോലെ അല്ലേ? ദൈവസാന്ദ്രമായി ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു തോന്നലാണ് ആ കാറ്റിലൂടെ ആർക്ക് ലഭിച്ചത്? വെള്ളായപ്പന്. കുട്ടിയസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വീണ്ടും വെള്ളായപ്പൻ യാത്ര തുടരുകയാണ്. ഇനിയും 4 കല്ല് നടക്കണം. അന്നൊക്കെ മൈൽ കല്ലുകളുണ്ടാവും. 1 മൈൽ കഴിഞ്ഞാൽ കല്ല്, ഇനിയും 4 കല്ല് അപ്പുറം എത്തണം. വഴിയിൽ പിന്നെയും ഒരഭിമുഖം. ഒരാളെ കാണുകയാണ്. ആരെയാണ് കണ്ടത്? നീലി മണ്ണാത്തിയെയാണ് കണ്ടത്. മണ്ണാത്തി ഒരു സമുദായമാണ്. അപ്പം അവർ നീലി മണ്ണാത്തി അലക്കിയ തുണികളുടെ കെട്ടുമായിട്ട് ചുമലിൽ തുണികൾ ഇട്ടിട്ട് എതിരെ ഇങ്ങനെ വരികയാണ്. വെള്ളായപ്പനെ കണ്ടപ്പോൾ നീലി മണ്ണാത്തി എന്ത് ചെയ്തു? വഴി മാറി നിന്ന് കൊടുത്തു. നീലി മണ്ണാത്തിക്കും ആരുടെ വിഷമം അറിയാം? വെള്ളായപ്പൻ്റെ വിഷമം എന്താണെന്നറിയാം. വെള്ളായച്ചോ എന്നൊരു വിളി മാത്രമാണ് ആരും വിളിക്കുന്നത്? നീലിയും. നീലിയെ എന്ന് വെള്ളായപ്പനും പറഞ്ഞു. 2 വാക്കുകൾക്കിടയിൽ ഒരു സാന്ത്വനത്തിൻ്റെ നിറവുണ്ടായിരുന്നു. ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു. വെള്ളായപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു. വെട്ടുവഴി പുഴയിലേക്കിറങ്ങി. പുഴ കടന്ന് മേട് കയറിയാൽ പിന്നെ തീവണ്ടി ആപ്പീസിലേക്കുള്ള വഴിയാണ്. പുഴമണലിൽ നിന്ന് വെള്ളായപ്പൻ പുഴവെള്ളത്തിലേക്കിറങ്ങി. കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴ ഒഴുകി. പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വെള്ളായപ്പനെ തളർത്തി. അപ്പൻ്റെ ശവത്തെ കുളിപ്പിച്ചത്, മകനെ അവൻ്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത്, ഇളം ചൂടുള്ള വെള്ളം, അതൊക്കെയും ഓർമ്മിപ്പിച്ചു. പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായപ്പൻ കരഞ്ഞു. വെള്ളായപ്പൻ വീണ്ടും നടക്കുകയാണ്. അങ്ങനെ ചവിട്ടടിപ്പാതയിലൂടെ നടന്ന് പിന്നെ വെട്ടുവഴി. ഈ പാത എത്തുന്നത് വെട്ടുവഴിയിലാണ്. വെട്ടുവഴി എന്ന് പറഞ്ഞാൽ ആളുകൾ വെട്ടിയുണ്ടാക്കിയ വഴി. വെള്ളായപ്പൻ ആ വെട്ടുവഴിയിലൂടെ നടന്നു. അങ്ങനെ വെട്ടുവഴി എത്തുന്നത് എവിടേക്കാണ്? പുഴയുടെ തീരത്തേക്കാണ്. അങ്ങനെ പുഴയിലേക്ക് ഇറങ്ങി പുഴ കടന്നിട്ട് വേണം എവിടേക്ക് പോകാൻ? തീവണ്ടി ആപ്പീസിലേക്ക് പോകാൻ. അവിടെ നിന്ന് ട്രെയിൻ കയറി വേണം വെള്ളായപ്പന് കണ്ണൂരിലെത്താൻ. പുഴമണലിൽ നിന്ന് വെള്ളായപ്പൻ പുഴയിലേക്ക് ഇറങ്ങി. അപ്പോൾ കാൽവണ്ണയെ തഴുകിക്കൊണ്ട് പരൽമീനുകൾ വെള്ളത്തിലൂടെ നീന്തുന്നുണ്ട്. പുഴയുടെ
നടുക്കെത്തിയപ്പോൾ വെള്ളായപ്പന് ഒരു കുളിയുടെ അനുഭവമാണ് അല്ലേ, ഒരു കുളിച്ച അനുഭവമാണ് തോന്നുന്നത്. ആ ഒരു അനുഭവം അദ്ദേഹത്തെ തളർത്തി. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ അപ്പം മരിച്ചപ്പോൾ ആ ശവത്തെ കുളിപ്പിച്ചതും മകനെ അവൻ്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചതുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പൻ്റെ മരണം, മകൻ്റെ മരണം അല്ലേ, ഇതിൻ്റെ രണ്ടിനും സാക്ഷിയാകേണ്ടി വരുന്ന അയാളുടെ ആ ഒരു ദയനീയ അവസ്ഥയാണ് ഇവിടെ വ്യക്തമാകുന്നത്. പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായപ്പൻ കരഞ്ഞു. തീവണ്ടി ആപ്പീസിലെത്തിയ വെള്ളായപ്പൻ ചീട്ട് വാങ്ങുന്നിടത്ത് വരിയിൽ നിന്നു. ഉടുമുണ്ടിൻ്റെ കോന്തലയഴിച്ച് പണം പുറത്തെടുത്തു. കണ്ണൂര്, വെള്ളായപ്പൻ പറഞ്ഞു. ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പന് തോന്നി. ചീട്ടിനെ മുണ്ടിൻ്റെ കോന്തലയിൽ കെട്ടി വെള്ളായപ്പൻ പടവു കയറി പ്ലാറ്റ്ഫോറത്തിലെത്തി ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു. അകലെ സൂര്യൻ താഴുന്നു. ഇരുണ്ടു തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്ന് കൂടുപറ്റുന്നു. മുണ്ടകപ്പാടത്തിൻ്റെ വരമ്പത്ത് തൻ്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിൻ്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായപ്പൻ ഓർത്തു. അസ്തമയത്തിലൂടെ പാടത്തേക്കിറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു. വെള്ളായപ്പൻ തീവണ്ടി ആപ്പീസിലെത്തി. അവിടെ വരിയിൽ നിന്ന് ആളുകൾ വരിയിൽ നിൽക്കുന്നുണ്ട്. അവിടെ വരിയിൽ നിന്നും ഉടുമുണ്ടിൻ്റെ കോന്തലയഴിച്ച് പണം പുറത്തെടുത്ത് ചീട്ട് വാങ്ങി. കോന്തല എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ 4 മൂല ഉണ്ടാവില്ലേ, ആ ഒരു മൂലകളിലൊന്നിനാണ് കോന്തല എന്ന് പറയുക. അപ്പോൾ ആ കോന്തലയിലാണ് പണം കെട്ടിവെച്ചിരുന്നത്. അത് പുറത്തെടുത്ത് ചീട്ട് വാങ്ങുന്നതിനായിട്ട് കൊടുത്തു. എന്നിട്ട് വെള്ളായപ്പൻ കണ്ണൂരേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. റെയിൽവേ ആപ്പീസിലെ തീവണ്ടി ആപ്പീസിലെ ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി, അതായത് സീല് വെച്ച് ജനാലയിലൂടെ അദ്ദേഹത്തിന് പുറത്തേക്കിട്ട് കൊടുത്തു. വെള്ളായപ്പന് യാത്രയുടെ ഒരു ഘട്ടം താണ്ടിയതുപോലെയാണ് തോന്നിയത്. കാരണം ഇതുവരെയുള്ള യാത്ര മുഴുവൻ അദ്ദേഹം നടന്നിട്ടും പുഴ കടന്നിട്ടൊക്കെയാണ് യാത്ര ചെയ്തിരുന്നത്. ഇനി ഇദ്ദേഹത്തിന് പോകാനുള്ളത് ട്രെയിനിലാണ്. ഈ ട്രെയിൻ ഇറങ്ങിയാൽ പിന്നെ അധിക ദൂരം നടക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യാത്രയുടെ ഒരു ഘട്ടം അദ്ദേഹം പിന്നിട്ടു. ചീട്ട് കോന്തലയിൽ കെട്ടി പ്ലാറ്റ്ഫോറത്തിലെത്തി വണ്ടിക്കായി കാത്തിരിക്കുകയാണ് ആര്? വെള്ളായപ്പൻ. അകലെ സൂര്യൻ താഴുന്നു. അതായത് സന്ധ്യയാകാറായി. ചുറ്റും ഇരുണ്ട് തുടങ്ങുന്നുണ്ട്. കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്ന് കൂടുപറ്റുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ചില ചിന്തകളാണ് കടന്നു വരുന്നത്. പാടത്തിൻ്റെ വരമ്പത്തുകൂടെ തൻ്റെ ചെറുവിരൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിൻ്റെ പക്ഷികളെ നോക്കിയിട്ട് അത്ഭുതപ്പെടുന്ന മകൻ, ആ മകനെയാണ് വെള്ളായപ്പൻ ഓർക്കുന്നത്. അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെയും അദ്ദേഹം ഓർക്കുന്നു. അതായത് 2 കണ്ണികൾ അല്ലേ, ഒന്ന് മരിച്ചു പോയത്, രണ്ടാമത്തതിൻ്റെ മരണം കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ശവം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് ആര് പോകുന്നത്? വെള്ളായപ്പൻ പോകുന്നത്. അപ്പോൾ 2 പേരും മനസ്സിലേക്ക് കടന്നു വരികയാണ്. തുടർന്നുള്ള വെള്ളായപ്പൻ്റെ യാത്രയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.